ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോ ചാർട്ടിംഗ് ക്രിട്ടിക്കൽ ടെക് പവർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസത്തിന് ശേഷം ചെയ്യുന്നൊരു വീഡിയോ ആണ്, ഹോം ടൗൺ വീഡിയോ ആണ്. അപ്പം കുറച്ച് എന്തുവാണ് ഈ കരകരപ്പും സൗണ്ടുകളും പുറത്തുള്ള കാര്യങ്ങൾ കിട്ടും. കാരണം സൗണ്ട് പ്രൂഫ് ഉള്ള സ്ഥലത്തല്ല ചെയ്യുന്നത്. അത് ദയവായി ക്ഷമിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റിന്റെ സ്ട്രക്ചറിലേക്ക് കടക്കാം. 2-3 കാര്യങ്ങൾ നമ്മളെ മാർക്കറ്റിൽ ഇപ്പം നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഡീല് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ ട്രംപിന്റെ ഈ ഒരു സെക്കൻഡറി ലെവൽ ഓഫ് നെഗോസിയേഷൻസിന്റെ കാരണമായിട്ട് ഓപ്ഷൻസിന്റെ മാർക്കറ്റിന് വളരെ വിയേർഡായിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്നലെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മുടെ മാർക്കറ്റ് ഏകദേശം പറഞ്ഞാൽ ഒരു MSCI റീബാലൻസിങ് നടന്ന സമയത്ത് പല സ്റ്റോക്സിലും ഹെവി സെല്ലിംഗ് ലാസ്റ്റ് 3 o'clock ശേഷം സംഭവിക്കുകയും ചെയ്തു. അത് കാരണം ഒരു സ്പൈക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ആയി. അത് കൂടാതെ നമ്മുടെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് ഏകദേശം പറഞ്ഞാൽ 1.25% ഡൗണിലും, എന്നാൽ ഫ്യൂച്ചേഴ്സ് ഏകദേശം പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്, ഏകദേശം 1% ഡൗണിലൊക്കെയാണ് മാർക്കറ്റ് ക്ലോസ് ആയി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് ഓഫ് പാരിറ്റി ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സിലും വന്നത് കാരണം ആ MSCI റീബാലൻസിംഗിന്റെ ഒരു റീസൺ ആയിരുന്നു അതിന് കാരണം സംഭവിച്ചത്. രണ്ടാമത്, ഇന്നലെ മുതൽ ട്വിറ്റർ വേൾഡിലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ന്യൂസുകളിലൊക്കെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് FPIs അല്ലെങ്കിൽ FISനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിർമ്മല സീതാരാമൻ അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രി അത് ആലോചിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇഷ്ടംപോലെ റൂമേഴ്സ് ഇൻ ദ ബാക്ക് എൻഡിൽ നടക്കുന്നത് കാരണം മാർക്കറ്റ് ഒരു നെർവസ് രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. കാരണം ഓപ്ഷൻസിന്റെ ഒരു വിക്സ് 16 മുകളിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഓപ്ഷൻസിന്റെ പ്രീമിയം വളരെ നല്ല ഈറ്റിംഗ് കുറവായിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, തിരിച്ച് ഓപ്പോസിറ്റ് രീതിയിൽ സംഭവിക്കുന്നത്. വിക്സ് വളരെയധികം നെഗറ്റീവായ രീതിയിൽ പോകും. നെഗറ്റീവ് അല്ല, വിക്സ് പെർഫോമൻസ് അനുസരിച്ച് നമ്മളെ ഓപ്ഷന്റെ പ്രീമിയം മൂവ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാഡ് ആയിട്ടുള്ള ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് കറന്റ് ഇന്ത്യൻ മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു ഓവറോൾ എനിക്കൊരു ഓവറോൾ പറയാനുള്ള ഒരു ന്യൂ സ്ട്രക്ചർ എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാം. സോ കഴിഞ്ഞ ഫ്രൈഡേയിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫെയിൽഡ് ഓപ്ഷൻ, അതായത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഫെയിൽഡ് ഓപ്ഷന് കൂടിയാണ് മാർക്കറ്റ് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിട്ടാണ് ഇൻഡെക്സ് താഴേക്ക് വന്നേക്കുന്നത്. ഒരു ഹെവി സെല്ലിങ്, അതായത് ട്രെൻഡിങ് ഡൗൺവേർഡ് സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് വന്നത്, ഒരു ഓപ്പൺ ഡ്രൈവ് എന്നും പറയാം, ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയാം. പക്ഷെ ഇതിനൊരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് കരുതിക്കൊണ്ട് പ്യുവർലി പറയുകയാണെങ്കിൽ ഒരു ട്രെൻഡിങ് ഡൗൺവേർഡ് സ്ട്രക്ചർ വിത്ത് സ്പൈക്ക്, കൃത്യമായി പറഞ്ഞാൽ 23,727 തൊട്ട് 23,480, നമ്മളെ ഈ സിംഗിൾ പ്രിന്റുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ അറിയാൻ പറ്റും. 23,730 തൊട്ട് 23,485 വരെ ഒരു സ്പൈക്കിന്റെ സോൺ, ഹെവി ഒരു സെല്ലിംഗ് വന്നു. അതിന്റെ ഏറ്റവും വലിയ കാരണം നമ്മുടെ MSCI റീബാലൻസിങ്ങിന്റെ ഒരു ഇഷ്യൂലായിരുന്നു അത് കാരണം സംഭവിച്ചത്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയും ഒരു ഫെയിൽഡ് ഓപ്ഷൻ, ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ഡേ ആയിട്ടാണ് വന്നേക്കുന്നത്. ബാങ്ക് നിഫ്റ്റി POC മോളിലാണ്. ഫെയിൽഡ് ഓപ്ഷൻ, ഒരു ട്രെൻഡ് ചേഞ്ച് നമ്മളെ ബാങ്ക് നിഫ്റ്റി തന്നിട്ടുണ്ട്. അതേപോലെ മിഡ് ക്യാപ്പ് നോക്കിയാൽ മിഡ് ക്യാപ്പ് ഒരു ഓപ്പൺ ഡ്രൈവ് സ്ട്രക്ചർ ഫോർമേഷൻ ഉണ്ട്. ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ വിത്ത് സ്പൈക്ക് ക്ലോസ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും മിഡ് ക്യാപ്പിലായാലും ഒരു സെല്ലിങ്ങിന്റെ ഒരു ആധിക്യം ഹയർ ലെവലിൽ ഇപ്പോഴും മാർക്കറ്റിൽ കാണുന്നുണ്ട്. 14,700 ഭാഗത്തിന് മുകളിൽ നിൽക്കാതെ മിഡ് ക്യാപ്പിലും 55,200 മുകളിൽ നിൽക്കാതെ ബാങ്ക് നിഫ്റ്റിക്കും, നിഫ്റ്റിയിൽ 24,000 മുകളിൽ ക്ലോസ് ചെയ്യാതെ നിഫ്റ്റിയിലും ഒരു ബൈയിങ്ങിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ ഇപ്പോൾ കാണുന്നില്ല. ഇതാണ് ഒരു ഓവറോൾ സ്ട്രക്ചർ. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, കഴിഞ്ഞ ആഴ്ച ആകപ്പാടെ 4 ദിവസം മാത്രമേ മാർക്കറ്റ് ഉണ്ടുള്ളൂ. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി പറയുകയാണെങ്കിൽ നിഫ്റ്റി പക്ക ഒരു കാര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിട്ടാണ് നിഫ്റ്റി വീക്ക്ലി സ്ട്രക്ചറിൽ മാർക്കറ്റ് ക്ലോസ്. ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വിത്ത് POC അറ്റ് 23,980 ഭാഗത്താണ്. സോ കഴിഞ്ഞ വീക്കിന്റെ POC ആയ 23,740 ഭാഗത്ത് ഒരു സപ്പോർട്ട് എടുത്ത് ആശാൻ അവിടെ ക്ലോസ് ചെയ്യണം. സോ നിഫ്റ്റിയുടെ സ്പോട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 23,740 താഴെ അവ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 23,358 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ
വലിയ ലോ വരെ വീക്ക്ലി സ്ട്രക്ചറിൽ ഒരു ഡൗൺവേർഡ് മൂവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇല്ല മാർക്കറ്റ് തിരിച്ച് കയറണമെങ്കിൽ ആദ്യം വേണ്ടത് 23,851 മുകളിൽ അവ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 23,919 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POC ആയ 23,989 ഭാഗത്തേക്കും ന്യൂട്രൽ സ്ട്രീമിന്റെ രീതിയിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,089 ഭാഗത്തേക്ക് മാർക്കറ്റ് എത്താനുള്ള ചാൻസ് ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാനുള്ളത്. അതേസമയം നിങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടുത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റിയിൽ ഇനി ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിയും ഏകദേശം പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ബാങ്ക് നിഫ്റ്റിയും ഒരു എന്തുവാണ് ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ വന്നേക്കുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റി അങ്ങനെ ഒരു എന്തുവാണ് ആ ഒരു സ്ട്രക്ചർ ഒരു വൃത്തിയുടെ രീതിയിലൊക്കെയാണ് ആ സ്ട്രക്ചർ പെർഫെക്റ്റ്ലി വലിയൊരു ഹെവി സെല്ലിങ് വന്നിട്ടുമില്ല. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു സെല്ലിംഗ് ഉണ്ട്. അതാണ് നമ്മുടെ കഴിഞ്ഞ മൺഡേയുടെ പ്രൊഫൈലിന്റെ ലോ. അപ്പം അത് ഏകദേശം ചെറിയൊരു ന്യൂട്രൽ ഡൗൺ ആണ്, ഒരു ഡിയുടെ ഒക്കെ ഷേപ്പ് ഒക്കെ വന്നു. പക്ഷേ ഡേ ടൈപ്പ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വീക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 55,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ POC ആയി 55,400 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല 54,441 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു POC കണ്ടല്ലോ 53,689 എന്ന് പറഞ്ഞ ഈ ഒരു POCയുടെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സ്ട്രക്ചർ വൈസ് എനിക്ക് ബാങ്ക് നിഫ്റ്റി പറയേണ്ടത്. വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി തിരിച്ച് 55,000 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POC ആയി 55,762 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ പോകാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി ബേസിൽ ഞാൻ കാണുന്നുണ്ട്. മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ വീക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മണ്ടയിൽ കയറി മാർക്കറ്റ് തിരിച്ച് പോയെങ്കിൽ തിരിച്ച് താഴേക്ക് പോയി ഒരു ന്യൂട്രൽ സ്ട്രക്ചറിലാണ് മിഡ് ക്യാപ്പിന്റെ ഒരു എന്താണ് മിഡ് ക്യാപ്പ് കൃത്യമായിട്ട് ക്ലോസ് ന്യൂട്രൽ സ്ട്രക്ചറിലാണ്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ 14,450 എന്ന് പറഞ്ഞ ഒരു ഏരിയ ഒരു സപ്പോർട്ടായി. 14,450 400 എന്ന് പറഞ്ഞ 500 എന്ന് പറഞ്ഞ ഏരിയ സപ്പോർട്ടീവായിട്ട് ആക്റ്റീവ് ആവും. 14,500 പൊട്ടയാണെങ്കിൽ ഈ ഒരു POC ആയ 14,366 ഭാഗത്തേക്കും അതിന് താഴെ ഈ ഒരു സിംഗിൾ പ്രിന്റുള്ള അപ് ടു 14,000 വരെ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് താഴേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. സോ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്രൽ സ്ട്രീം ഡൗൺ ആയാലും ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് ആണ്. സോ അവന് 55,000 ഭാഗത്ത് ഇങ്ങനെ കിടന്ന് കളിക്കാൻ ചാൻസ് ഉണ്ട്. ഈ 54,300 പൊട്ടയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് പോവാം? ഈ പറഞ്ഞ 53,500 ഭാഗത്തേക്ക് എത്താം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്ട്രക്ചർ വൈസ് നോക്കുന്ന സമയത്ത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ, മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ ആയിട്ടാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞ മാർക്കറ്റിൽ ഒരു മൂവ്മെന്റം തരാനുള്ള ചാൻസ് വളരെയധികം കൂടിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് 55,000-നും ഇടയ്ക്ക് ഇങ്ങനെ കയറി തിരിച്ച് വീണ്ടും ഇറങ്ങി ഈ ഒരു സ്ട്രക്ചർ എത്രയാണ് ഈ ഒരു 54,000 ഭാഗത്തൊക്കെ ഒരു സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റിയിലും കാണുന്നുണ്ട്. നിഫ്റ്റി ഒരു വീക്ക്ലി ബേസ് നോക്കുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ്ലി ഒരു റേഞ്ചാണ്. നമ്മൾക്ക് ഈ 24,200 എന്ന് പറഞ്ഞ POC ടച്ച് ചെയ്യാനുള്ള ഒരു പാടും കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാൻ ഏത് ദിവസം 1 ഏപ്രിലിൽ വന്ന ഈ ഒരു സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനുള്ള ഒരു വൈമുഖ്യവും കാണിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്ട്രക്ചർ വൈസ് നോക്കുമ്പോൾ നെർവസ് മാർക്കറ്റിൽ എപ്പോഴും കാണുന്ന ഒരു പ്രതീതിയാണ് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. കാരണം മാർക്കറ്റ് ഒരു റേഞ്ചിങ് സ്ട്രക്ചേഴ്സ് കീപ്പ് ചെയ്താണ് കൃത്യമായിട്ട് മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചർ പ്രകാരം വീക്ക്ലി ബേസിസിൽ നിഫ്റ്റി ആയാലും മിഡ് ക്യാപ്പ് ആയാലും പോകുന്നുണ്ട്. നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും പോകുന്നത്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ഒന്ന് കയറാൻ ശ്രമിച്ചു, എന്നാൽ തിരിച്ച് താഴേക്ക് ഇറങ്ങി തിരിച്ച് വീണ്ടും ഒരു ട്രെൻഡിങ് സ്ട്രക്ചർ എപ്പോഴും ഒരു മെയിൻറ്റെയിൻ ചെയ്ത് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പോകാനുള്ള ഒരു താല്പര്യം കാണുന്നുണ്ട്. അതിന് വൈരുദ്ധ്യമായിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ 14,460 താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ POC തിരിച്ച് വീണ്ടും ഇങ്ങോട്ടൊക്കെ വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചും പൊതുവെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് എനിക്ക് ഓവറാൾ വീക്ക്ലി സ്ട്രക്ചറിൽ മാർക്കറ്റിനെ കുറിച്ച് മാർക്കറ്റ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മിഡ് ക്യാപ്പിനെ കുറിച്ചുള്ള മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ടാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യവും. അപ്പൊ നമുക്ക് ഇനി എങ്ങോട്ട് പോവാം? നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇനി ഈ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ നമുക്കൊരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ അല്ലെങ്കിൽ ട്രെൻഡിങ് ഡൗൺ ഡേ എന്ന് പറയാം. ഒരു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്പൈക്ക് കൃത്യമായിട്ട് അവൻ തന്നിട്ടുണ്ട്. മിഡ് ക്യാപ്പിൽ പറയുകയാണെങ്കിൽ സ്പൈക്ക് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതാണ്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പിലെ സ്പൈക്ക് എന്ന് പറയുമ്പോൾ 14,524 തൊട്ട് 14,429 വരെ ഒരു സ്പൈക്ക് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു സ്പൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 10-100 പോയിന്റ് അടുപ്പിച്ച സ്പൈക്കിലൊക്കെയാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് അവൻ കൃത്യമായിട്ട് മാർക്കറ്റിൽ ക്ലോസ് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? മിഡ് ക്യാപ്പിലെ സ്ട്രക്ചർ പ്രകാരം മിഡ് ക്യാപ്പിനെ POC ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. മിഡ് ക്യാപ്പിന്റെ POC വരുന്നത്
കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 14,652 ഭാഗത്തേക്ക് ആ POC 14,652 ഭാഗം 14,652 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്നെ സംബന്ധിച്ചൊരു ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എടുക്കുന്നത് 14,420 താഴെ. എത്രയാണ്? 14,420 താഴെ മാത്രമേ ഒരു മിഡ് ക്യാപ്പിൽ ഞാൻ ഒരു ബെയറിഷ് റഫറൻസ് എടുക്കുന്നുള്ളൂ. അത് പ്രകാരം ഫസ്റ്റ് ഈ ഒരു 364 എന്ന് പറഞ്ഞ ഈ POCയുടെ ഭാഗത്തേക്ക് ഇപ്പൊ എത്രയാണ്? 14,364 ഭാഗത്തേക്ക് പോകാം. 14,364 14,364 ഭാഗത്തേക്ക് 365 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് ആണ്. സെക്കൻഡ് അതിന് താഴെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു റഫറൻസ് ലെവൽ 14,320 എത്രയാണ്? 14,320 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 14,000 എത്രയാണ്? 14,225 എത്രയാണ്? 14,225 14,225 ഭാഗത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ 320 പൊട്ടുകയാണെങ്കിൽ ചെറിയൊരു ഡപ്പ് ഉണ്ട്. ആ ഒരു ഈ ബിയുടെ ലോയായ ബിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എമ്മിന്റെ ലോയ 14,270 ഈ 320 അല്ല 14,270 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 14,420 പൊട്ടുകയാണെങ്കിൽ രണ്ട് POC, ഒന്ന് ഈ POC അതായത് ഈ രണ്ട് POCകളും ടച്ച് ചെയ്യാനുള്ള ചാൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പൊട്ടുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കാണുന്നുള്ളൂ. ഇനി ബൈയിങ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി ബൈയിങ് എടുക്കുന്നത് 14,672 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയിങ് എടുക്കൂ. എത്രയാണ്? 14,672 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയാനുള്ള അപ്സൈഡ് റെഫറൻസ് ലെവൽ. സോ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 14,712 ഭാഗത്തേക്ക് എത്രയാണ്? 14,712 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ഓപ്പൺ 14,765 എത്രയാണ്? 14,765 ഭാഗത്തേക്കും അതിന് മുകളിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രകാരമുള്ള 14,820 ഭാഗത്തേക്ക്. ഇതാണ് മിഡ് ക്യാപ്പിന്റെ അപ്പർ സൈഡ് റെഫറൻസ് ലെവല്. സോ നാളെ ഈ ഒരു POC അല്ലെങ്കിൽ ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്ത് ഒരു സെല്ലിംഗ് പ്രഷർ വീണ്ടും മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ അതായിരിക്കും കൂടുതൽ പ്രൊവൈൽ ചെയ്യുന്നത്. അല്ല എങ്കിൽ 14,420 പൊട്ടുകയാണെങ്കിൽ വീണ്ടും ഈ സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിലെ സ്ട്രക്ചർ പ്രകാരം പറയാനുള്ളത്. ഒരു ഓപ്പൺ ഡ്രൈവ് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ഡേ വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ് ബാങ്ക് നിഫ്റ്റിക്കും. POC നിൽക്കുന്നത് 54,998 ഭാഗത്താണ് POC എങ്ങോട്ട് വേണം? 54,998 ഭാഗത്തേക്ക് ഞാൻ ആ POC കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഫറൻസ് ലെവലുകൾ താഴേക്ക് വരണം. നമുക്ക് താഴേക്കാണ് മാർക്കറ്റ് പോകുന്നതുകൊണ്ട് ആ റെഫറൻസ് ലെവലൊക്കെ താഴേക്ക് കൊണ്ട് നമ്മളത്തെ കാര്യമുള്ളൂ. ഇപ്പൊ സെല്ലിങ്ങിനെ സംബന്ധിച്ച് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ 54,148 താഴെ മാത്രം സെല്ലിങ്. എത്രയാണ്? 54,148 താഴെ മാത്രമേ സെല്ലിംഗ് ഉള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 54,000 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് അവിടെ ആയിരിക്കും വരുന്നത്. അത് പൊട്ടുകയാണെങ്കിൽ 53,876 53,876 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അത് താഴെ നിൽക്കുകയാണെങ്കിൽ ഹെവി സെല്ലിംഗ് വരും. അത് 53,600 ഭാഗത്ത് 53,600 ഭാഗത്തേക്ക്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ 54,000 പൊട്ടുകയാണെങ്കിൽ 53,850 ഭാഗത്ത് ചെറിയ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ആ ഭാഗത്തേക്ക് ഞാൻ മാറ്റി വരച്ചു. 54,148 പൊട്ടുകയാണെങ്കിൽ 54,000 53,850 53,600 ഭാഗത്തേക്ക് പോവാം. ഈ POCയുടെ ഭാഗത്തേക്ക് എത്തുമ്പോൾ പുട്ട് ഓപ്ഷൻ ട്രൈ ചെയ്യുന്നത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും മാർക്കറ്റിൽ. അതാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ഇനി ബൈയിങ്ങിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ബൈയിങ് 55,000 മുകളിൽ 55,050 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 55,200 55,200 55,200 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തതെന്ന് പറയുമ്പോൾ 55,365 55,365 55,365 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 55,500 ഭാഗത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ഈ ഒരു രീതിക്ക് നിൽക്കുന്നത് കൊണ്ട് ഒരു ക്ലാസിക്കൽ കേസ് ഓഫ് ബെയറിഷ് അല്ലെങ്കിൽ ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് ട്രേഡ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് വരും മാർക്കറ്റിൽ. സോ ദിസ് POC അതായത് ഇന്നലത്തെ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ പുട്ട് ഓപ്ഷൻ ഈസ് എ ബെസ്റ്റ് ട്രേഡ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇല്ല എങ്കിൽ അതിന് മുകളിൽ മാർക്കറ്റ് ഹെവി ആയിട്ട് ഒരു മൊമെന്റം തരണം. അത്
നാളത്തേക്ക് തരാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കൊരു ഒരു വിചാരവും കാണുന്നില്ല. എൻ്റെ സ്ട്രക്ചർ ബേസ്ഡ് ഓൺ റൂമേഴ്സ് മാർക്കറ്റ് പോകുന്നുണ്ട്. അത് പ്രതീക്ഷിക്കാനുള്ള വകയും കിട്ടുന്നില്ല. സോ ഞാൻ എടുക്കുന്ന ട്രേഡ് ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ POC ഉള്ള ഭാഗത്ത് എത്തുമ്പോൾ പുട്ട് ഓപ്ഷൻ ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇപ്പോഴത്തെ കണ്ടീഷൻ. അല്ലെങ്കിൽ ഇന്നലത്തെ ലോവർ ലെവൽ സ്ട്രക്ചർ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് പൊട്ടുകയാണെങ്കിൽ അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ട നിഫ്റ്റി, അവസാനത്തെ കണ്ണനായ നിഫ്റ്റി വിളിക്കുക. ആദ്യം നമുക്ക് ഈ റെഫറൻസ് ലെവലിനൊക്കെ താഴേക്കൊന്ന് മാറ്റി വച്ചിട്ട് വിളിക്കുമ്പോഴല്ലേ കുറച്ചും കൂടെ ഈസി ആയിട്ട് അവൻ വർക്ക് ആവുള്ളൂ. സോ നിഫ്റ്റി ഒരു ട്രെൻഡിങ് ഡൗൺ ഡേ വിത്ത് POC 23,900. അപ്പം ആദ്യം POC ഒന്ന് തട്ടി താഴെ കൊണ്ടുവരാം. 23,900 ഭാഗത്തേക്ക് ആ POC കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം POC ഒന്ന് മാറ്റാം. 23,900 ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട, ഞാൻ സെല്ലിംഗ് എടുക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ 23,500 താഴെ ഞാൻ സെല്ലിംഗ് എടുക്കും. 23,500 പൊട്ടിയാൽ മാത്രമേ ഇനി ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് എങ്ങോട്ട് പോവാം? ഫസ്റ്റ് 23,500 പൊട്ടുകയാണെങ്കിൽ കൃത്യമായി ഈ ഒരു റേഞ്ച് കിടക്കുകയാണ് മാർക്കറ്റ്. ഫസ്റ്റ് 23,440 23,440 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് അവിടെ ആയിരിക്കും. നേരത്തെ പഴയ ഇമ്പോർട്ടൻറ്റ് ഭയങ്കര സ്ട്രോങ് ഏരിയയാണ്. സെക്കൻഡ് 23,380 ഭാഗത്തേക്ക് വരാനും തേർഡ് 23,320 എത്രയാണ് 23,320 ഭാഗം. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാനുള്ള റെഫറൻസ് ലെവല് താഴേക്കുള്ള കാര്യങ്ങൾ. ഇപ്പം POCയുടെ ഭാഗത്ത് തന്നെയാണ് ഞാൻ വീണ്ടും പുട്ട് ഓപ്ഷൻ ട്രൈ ചെയ്യുന്നത്. ഇപ്പോഴും പറഞ്ഞു ഹെവി ആയിട്ടുള്ള ലിഫ്റ്റ് കിടപ്പുണ്ട്. ഇനി ബൈയിങ് എന്ന് പറഞ്ഞാൽ 24,000 പൊട്ടിയാൽ മാത്രമേ ഞാനൊരു ബൈയിങ് എടുത്താൽ 24,000 പൊട്ടുകയാണെങ്കിൽ മാത്രമേ ഞാനൊരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ പറഞ്ഞ പോലെ 24,045 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,090 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് 24,155 ഈ ഒരു ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് നിഫ്റ്റിയുടെ സംബന്ധിച്ച് പറയാനുള്ള അപ്പർ സൈഡ് റെഫറൻസ് ലെവല്. സോ നാളത്തേക്ക് ഒരു ട്രേഡബിൾ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ POC ആയ 23,900 ഭാഗത്ത് ബാങ്ക് നിഫ്റ്റി, 54,000 ഭാഗത്ത് 55,000 ഭാഗത്ത് ബാങ്ക് നിഫ്റ്റിയും 14,650 ഭാഗത്ത് മിഡ് ക്യാപ്പിലും ഒരു സെല്ലിംഗ് പ്രഷർ ഇപ്പോഴും ആക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ നല്ലൊരു സെല്ലിംഗ് വരാനുള്ള ചാൻസ് പൊതുവെ മാർക്കറ്റിൽ കൂടുതലാണ്. ഇതാണ് എനിക്ക് ഈ ഒരു സ്ട്രക്ചറിൽ ഈ വരാൻ പോകുന്ന വീക്കിലി ബേസിസിലും ഡെയിലി ബേസിസിലും പറയുന്ന റെഫറൻസ് ലെവലുകൾ കൃത്യമായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഈ വരാൻ പോകുന്ന ജൂൺ ലാസ്റ്റ് 20-ാം തീയതി ഒക്കെ ആകുമ്പം നമ്മുടെ ഒരു മെഗാ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓർഡർ ഫ്ലോ ആൻഡ് മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജീസ്, EOD അനാലിസിസ്, സ്റ്റോക്ക് ഓപ്ഷൻ അനാലിസിസ്, ഇക്വിറ്റി സപ്പോർട്ട്സ്, അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ഡെയിലി ലൈവ് മെന്ററിങ്, പിന്നെ ഈ വീക്കിലി ക്ലാസ്സസ്, സൈക്കോളജി സെഷൻസ്, 1-to-1 ട്രേഡിംഗ് സപ്പോർട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഈ ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു മെന്ററിംഗ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തമിഴിനെ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി വീക്കെൻഡ് ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.